കാഞ്ചനാദി മുനിസംഗമം. അപ്പോൾ ദ്വാരപാലകൻ വന്ന് വണക്കത്തോടെ പറഞ്ഞു, കാളന്നീക്കരയിൽ വാഴുന്ന കാഞ്ചനൻ മുതലായ മഹർഷിമാർ അങ്ങയെ മുഖം കാണിക്കാനായി പുരദ്വാരത്തിൽ വന്നു നിൽക്കുന്നു. പ്രഭാതവേളയിൽ ദ്വാരപാലകൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ശ്രീരാമചന്ദ്രൻ ഒട്ടും വൈകാതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് കൽപ്പിച്ചു. മുനിമാർ തീർത്ഥജലവും ഫലമൂലാദികളും കാണിക്ക വെച്ചു. ലോകനാഥനായ ശ്രീരാമചന്ദ്രൻ അർഘ്യപാദ്യാദികൾ സമർപ്പിച്ച് പൂജിച്ച് മുനിമാരെ ആസനസ്ഥരാക്കി. വിനയത്തോടും ഭക്തിയോടും കൂടി രഘുനാഥൻ മുനിമാരോട് ചോദിച്ചു, വനത്തിൽ നിങ്ങൾ നടത്തുന്ന തപസ്സിന് വിഘ്നമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, പറയണം. ജീവനും ധനധാന്യാദികളും രാജ്യവും ഉപേക്ഷിച്ചിട്ടായാലും ഞാൻ ബ്രാഹ്മണരെ രക്ഷിക്കും. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, പറയുവിൻ. എന്തായാലും ഞാൻ സാധിച്ചു തരാം, സംശയമേ ഇല്ല. രാമന്റെ വാക്കു സത്യമാണെന്നറിയുക. താപസന്മാർ, കാര്യം സാധ്യമാണോ ദുസാധ്യമാണോ എന്ന് തിരിച്ചറിയാതെ ഏതെങ്കിലും രാജാവ് ഇങ്ങനെ സത്യം ചെയ്തു പറയുമോ? നിനക്കു മേന്മേൽ നല്ലത് വരട്ടെ എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ശ്രീരാമൻ, നിങ്ങളിപ്പോൾ കാട്ടിൽ നിന്ന് ഇവിടെ വരാനുണ്ടായ കാരണം അരുളി ചെയ്താലും. കാഞ്ചന മഹർഷി, ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറയാം. രാജാവേ, പണ്ട് മധു എന്ന പേരിൽ സൽഗുണസമ്പന്നനായ ഒരു രാക്ഷസനുണ്ടായി. അവന്റെ ധർമ്മനിഷ്ഠയും തപശക്തിയും കണ്ടിട്ട് ശ്രീ പരമേശ്വരൻ അവന് ഒരു ശൂലം നൽകിക്കൊണ്ടു പറഞ്ഞു, നിന്റെ ശത്രുക്കളെ വധിച്ചു കഴിഞ്ഞാൽ ഈ ശൂലം വീണ്ടും നിന്റെ കയ്യിൽ തന്നെ വന്നു ചേരും. ഗോക്കളെയോ ദേവബ്രാഹ്മണ കുലങ്ങളെയോ പീഡിപ്പിക്കുമ്പോൾ ഈ ആയുധം എന്റെ പക്കൽ വന്നു ചേരും. ആ സമയത്ത് മധു അപേക്ഷിച്ചു, എന്റെ സന്തതി പരമ്പരകൾക്കെല്ലാം ഈ ശ്രേഷ്ഠമായ ആയുധം പ്രാപ്തമാക്കാൻ ദയവുണ്ടാകണം. ശ്രീപരമേശ്വരൻ, അത് നടപ്പില്ല. എങ്കിലും നീ ഇത് കേൾക്കൂ, നിന്റെ ആഗ്രഹം വ്യർത്ഥമാകരുതല്ലോ. നിന്റെ പുത്രന്മാരിൽ ഒരാൾക്ക് ഇത് ശ്രേഷ്ഠമായ ആയുധം തന്നെയായിരിക്കും. അതിനപ്പുറം നീ മോഹിക്കേണ്ട. നിന്റെ പുത്രന്റെ കയ്യിൽ ഈ ശൂലമിരിക്കുമ്പോൾ അവന് മരണം സംഭവിക്കുകയില്ല. പിന്നെ നിന്റെ മകന്റെ മരണശേഷം ഈ ശൂലം എന്റെ പക്കലേക്ക് മടങ്ങിപ്പോരുമെന്നറിയുക. ഇങ്ങനെ അരുളി ചെയ്തുകൊണ്ട് ശ്രീ പരമേശ്വരൻ ശൂലം നൽകി. മധു വിനീതനായി തൊഴുതുകൊണ്ട് അത് ഏറ്റുവാങ്ങി. മധുവിന് ലവണൻ എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായി. ബാല്യം മുതൽക്ക് തന്നെ അവൻ പരമദുഷ്ടനായിരുന്നു. അവൻ സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നത് കണ്ട് മധു പുത്രനെ പലതരത്തിൽ ശിക്ഷിച്ചു. നല്ലത് പറഞ്ഞാൽ ഇവൻ അനുസരിക്കുകയില്ല, ഇവൻ നല്ലവനല്ല എന്ന് കരുതി മധു ശൂലം മകനെ ഏൽപ്പിച്ചിട്ട് വനത്തിൽ പോയി. ശ്രീപരമേശ്വരനെ ധ്യാനിച്ച് തപസ് തുടങ്ങി. ലവണനെ കൊണ്ടുള്ള ഉപദ്രവം ഞങ്ങൾക്ക് അസഹ്യമായി. രാജാവേ, രാജാക്കന്മാർക്ക് ആർക്കും അവനെ കൊല്ലാൻ കഴിയുകയില്ല. പരാക്രമിയായ ലവണനെ വധിക്കാൻ രാവണാദികളായ രാക്ഷസന്മാരെ വധിച്ച അങ്ങയ്ക്ക് പ്രയാസമുണ്ടാവുകയില്ല. ആ സമയത്ത് ശ്രീരാമൻ ചോദിച്ചു, അവന്റെ ആചാരങ്ങൾ ഏതുവിധമാണ്? എന്തൊക്കെയാണ് അവന്റെ ആഹാരം? അവന്റെ വാസസ്ഥാനം എവിടെയാണ്? ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായി എനിക്ക് പറഞ്ഞു തരണം. കാഞ്ചനൻ, അവന്റെ ആഹാരം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും മാംസമാണ്. മധുവനത്തിൽ വസിക്കുന്ന അവൻ സാഹസികമായ രൗദ്രാഹാരത്തിൽ മുഴുകിക്കഴിയുന്നു. ശ്രീരാമൻ, ആ ദുഷ്ടനെ വധിച്ച് ഞാൻ നിങ്ങളെ രക്ഷിക്കാം. പിന്നീട് അനുജന്മാരോട് ശ്രീരാമൻ ചോദിച്ചു, ഇന്നിപ്പോൾ ഇവരോടൊപ്പം ആര് പോകും?